ഹായ് വെൽക്കം ടു മൈറ്റ്കം. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് 1500 രൂപയുടെ DD നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുത്ത് നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഏത് കൺസേൺഡ് ഓഫീസാണോ ആ കൺസേൺഡ് ഓഫീസിൽ നിന്ന് ആപ്ലിക്കേഷൻ ഈ പറയപ്പെടുന്ന റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഓൺലൈൻ ഫീസ് പേയ്മെന്റ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡൗട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ചെയ്യേണ്ടത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുക. എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ ഫീസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ അതർ ഫീസ് പേയ്മെന്റ് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് ഓൺലൈൻ പേയ്മെന്റ് ഫോർ അതർ ഫീസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഓൺലൈൻ പേയ്മെന്റ് ഫോർ അതർ ഫീസിനകത്ത് നിങ്ങൾക്ക് കയറിയതിനു ശേഷം കോളേജ് കോഡ്, കോളേജ് നെയിം, സ്റ്റുഡൻറ് നെയിം, രജിസ്റ്റർ നമ്പർ, ഏത് കോഴ്സാണ്, BEd ആണോ, BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണോ, MEd ആണോ, MEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണോ, ഇന്റഗ്രേറ്റഡ് BSc BEd ആണോ, ഇന്റഗ്രേറ്റഡ് BA BEd ആണോ, PhD ആണോ, ദെൻ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ജെനുവിൻ സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവാം, എക്സാമിനേഷൻ ലാസ്റ്റ് ഡേറ്റ് സർട്ടിഫിക്കറ്റ് ആവാം, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആവാം, ഡാമേജ് സർട്ടിഫിക്കറ്റ് ആവാം. ഇങ്ങനെ ഏത് സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് നമ്പറും മെയിൽ IDയും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇതിൽ ഓൺലൈൻ പേയ്മെന്റ് ഇതിലേക്ക് പോകും. നിങ്ങൾക്ക് UPI ഉപയോഗിച്ചുകൊണ്ടോ, ക്രെഡിറ്റ് കാർഡോ, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്താം. ആ പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഫീസ് റെസിപ്റ്റ് കിട്ടും. ആ ഫീസ് റെസിപ്റ്റ് ആപ്ലിക്കേഷനോട് കൂടി അറ്റാച്ച് ചെയ്താൽ മതിയോ. നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് എന്ന DD ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫീസ് റെസിപ്റ്റിന്റെ കോപ്പി ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. എന്താണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, എന്താണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നതിനെ ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ജെനുവിൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, എന്താണ് ഡോക്യുമെന്റ് വേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നുള്ള വീഡിയോയും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒബ്റ്റെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends, keep watching, keep learning. Thanks for watching. Bye.